ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്നുള്ള ഒരു പോമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പാഠഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷനും സൈഡ് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. Here is an interesting poem about looking at the world in wonder and amazement. ഇതെന്താണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോമാണ്. എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? നമ്മുടെ വേൾഡിനെ വളരെ വിസ്മയത്തോട് കൂടിയിട്ടും അമേസ്മെൻറ്റ്, വളരെ അത്ഭുതവും വിസ്മയവും നിറഞ്ഞുകൊണ്ട് നോക്കുന്ന ഒരാളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോമാണ് ഇത്. ലെറ്റ് us read it. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. പോമിൻ്റെ പേരെന്ന് പറയുന്നത് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്നുള്ളതാണ്. എന്താണ്? അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടി ഞാൻ പാടുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണിത്. നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗം നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയാണ്: ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. എന്താ പറയുന്നത്? ദ സ്കൈ, ആകാശം എന്ന് പറയുന്നത് ഫുൾ ഓഫ് ദ സൺ, സൂര്യനും അതുപോലെ തന്നെ സ്റ്റാർസ്, നക്ഷത്രങ്ങളും കൂടി നിറഞ്ഞതാണ്. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഫുള്ള് ജീവനുള്ള സംഭവങ്ങളാണ്. ഓൾ എമംഗ് ഓൾ ദീസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്, ഞാനൊരു സ്ഥലം എനിക്ക് വേണ്ടി കണ്ടെത്തി. എങ്ങനെയാണ്? എന്നിട്ട് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്, ഞാൻ വളരെ അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടിയിട്ട് പാടുകയാണ്. The world is swayed by eternity's rushing tide, rising and falling. I have felt its tug in my blood, racing through my veins, and in wonder and amazement I sing. എന്താ പറയുന്നത്? the world is swayed. swayed എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആടി ഉലഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ ലോകം എന്ന് പറയുന്നത്. by eternity rushing tide, റഷിംഗ് എന്ന് പറഞ്ഞാൽ കുതിച്ചു വരുന്ന, ടൈഡ് എന്ന് പറഞ്ഞാൽ വേലിയേറ്റം. ഓക്കെ, അപ്പോൾ കുതിച്ചു വരുന്ന ഈ ഒരു എറ്റേണൽ ആയിട്ടുള്ള വേലിയേറ്റവും അതുപോലെ തന്നെ റേസിംഗ് ആൻഡ് ഫോളിംഗ്, എന്താണ്? ഉദിച്ചു വരുന്നതും താഴെ വീഴുന്നതുമായിട്ടുള്ള കാര്യങ്ങളും. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്, ഞാൻ മനസ്സിലാക്കുന്നു ഇതെൻ്റെ ബ്ലഡിലൂടെ ടഗ് ചെയ്യുന്നുണ്ട്. ടഗ് ചെയ്യുന്ന പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. റേസിംഗ് ത്രൂ മൈ വെയിൻസ്, എങ്ങനെയാണ്? എൻ്റെ ബ്ലഡിലൂടെ, എൻ്റെ വെയിൻസിലൂടെ ഇതിങ്ങനെ റേസ് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി, ഫെൽറ്റാണ്, ഞാൻ മനസ്സിലാക്കി. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്, ഞാൻ ആ ഒരു അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടിയിട്ട് പാടുകയാണ്. Then, while walking in the woodlands with my feet, I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gift of gladness and joy are strewn all around, and in wonder and amazement I sing. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്. വുഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് അല്ലേ, മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം. അതിനോട് ഞാനിങ്ങനെ നടക്കുമ്പോൾ വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. എന്താണ്? എൻ്റെ കാല് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പുല്ലിൻ്റെ ആ ഒരു ബ്ലേഡ് പോലെ ഉണ്ടാവില്ല, അതിൻ്റെ ഒരേപോലെ അതിൽ എൻ്റെ കാലുകളൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ബീൻ സ്റ്റാറ്റ്ലഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. അപ്പം അത് മാത്രമല്ല, സ്റ്റാറ്റ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല്. ഞാനിങ്ങനെ ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഫ്രാഗ്രൻസ്, അതിൻ്റെ മണങ്ങളൊക്കെ ഞാനിങ്ങനെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്, ഇതെല്ലാം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്, മാത്രമല്ല ഇതിൽ എന്താണ്? ഞാൻ ഗിഫ്റ്റും സന്തോഷത്തിൻ്റെയും ജോയുടെയും, ഗ്ലാഡ്നെസ് എന്ന് പറഞ്ഞാലും ജോയ് എന്ന് പറഞ്ഞാലും സന്തോഷം, ഹാപ്പിനെസ് എന്ന് തന്നെയാണ്, അതിൻ്റെയൊക്കെ ഗിഫ്റ്റ് ഞാൻ കണ്ടെത്തുന്നുണ്ട്. ദ ആർ ത്രോൺ ഓൾ അറൗണ്ട്, ഇതെല്ലാം എന്താണ്? എൻ്റെ ചുറ്റും ഇങ്ങനെ വിതറുകയാണ്. അതിൻ്റെ ആ ഒരു സന്തോഷവും എന്താ പറയുക, മനോഹാരിതയും എല്ലാം എൻ്റെ ചുറ്റും ഇങ്ങനെ വിതറുകയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്, അതുമാത്രമല്ല ഞാൻ എന്താണ്? ഇതെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് വളരെ വിസ്മയത്തോടും അത്ഭുതത്തോടും കൂടിയിട്ട് ഞാൻ പാടുകയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ: I have pricked my ears, I have opened my eyes, I have bared my heart to the world. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. എന്താണ് നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത്?
ഇങ്ങനെയൊക്കെയാണല്ലേ. ഐ ഹാവ് പ്രിക്ക്ഡ് മൈ ഇയേഴ്സ്, ഞാൻ എൻ്റെ പ്രിക്കിൾഡ് എന്ന് പറഞ്ഞാൽ തുളച്ച് കയറുക, എൻ്റെ ചെവിയുടെ ഉള്ളിലേക്കൊക്കെ ഇതിങ്ങനെ തുളച്ച് കയറുകയാണ്. ഐ ഹാവ് ഓപ്പൺ മൈ ഐസ്, എൻ്റെ കണ്ണുകളൊക്കെ ഞാൻ തുറന്നു പിടിച്ചിരിക്കുകയാണ്. ഐ ഹാവ് ബെയർഡ് മൈ ഹേർട്ട് ടു ദ വേൾഡ്, ആ ഒരു ലോകത്തിൻ്റെ അല്ല എൻ്റെ ഹൃദയത്തിലേക്ക് ഞാനിങ്ങനെ വേൾഡ് എന്ന ഹൃദയത്തിലേക്ക് ഞാനിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണുകളും ചെവികളും എല്ലാം ഞാനിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. ഇൻ ദ മിഡിസ്റ്റ് ഓഫ് ദ നോൺ, അതിൻ്റെ എല്ലാം നടുവിലായിട്ട്, അറിയുന്നതിൻ്റെ എല്ലാം നടുവിലായിട്ട്. ഐ ഹാവ് സോട്ട് ദ അൺനോൺ, എന്താണ് അറിയാത്തത് തിരയാനും വേണ്ടിയിട്ട്. അപ്പം അറിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അറിയാത്ത കാര്യങ്ങൾ തിരയാൻ വേണ്ടിയിട്ടും എൻ്റെ ഹൃദയം എന്ന ലോകം ഞാനിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. എൻ്റെ ചെവികളെ ഇങ്ങനെ എന്താണ് തുളച്ച് കയറാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. എൻ്റെ കണ്ണുകളെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്, എന്താണ് വളരെ അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടിയിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ കൂടെ പാടുകയാണെന്നാണ് പറയുന്നത്. ട്രാൻസ്ലേറ്റഡ് ബൈ കുമുദ് ബിസ്വാസ്, അദ്ദേഹമാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പോം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓതറെ കുറിച്ച് പറയാം. ഓതർ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ആള് കുമുദ് ബിസ്വാസ് ആണ്. അപ്പോൾ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പറയുന്നത് വാസ് എ പോയറ്റ്, ഫിക്ഷനിസ്റ്റ്, പ്ലേ റൈറ്റ്, എസ്സേയിസ്റ്റ്, കമ്പോസർ ആൻഡ് പെയിന്റർ ഹു വോൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1930 ഫോർ ഹിസ് കളക്ഷൻ ഓഫ് പോംസ് ഗീതാഞ്ജലി. അപ്പോൾ അദ്ദേഹം എന്താണ്? ഒരു പോയറ്റ് ആണ്, ഫിക്ഷനിസ്റ്റ് ആണ്, അതുപോലെ പ്ലേ റൈറ്റർ ആണ്, എസ്സേയിസ്റ്റ് ആണ്, കമ്പോസർ ആണ്, പെയിന്റർ ആണ്. മാത്രമല്ല 1913 അദ്ദേഹത്തിൻ്റെ പോംസിന്റെ കളക്ഷൻ ആയിട്ടുള്ള ഗീതാഞ്ജലിക്ക് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ടാഗോർ ഇസ് ദ ഓതർ ഓഫ് ദ നാഷണൽ ആന്തംസ് ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്, ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും നാഷണൽ ആന്തംസ് എഴുതിയതും ടാഗോർ ആണ്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡസ് ദ സ്പീക്കർ സിംഗ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ്, എന്തുകൊണ്ടാണ് ഈ സ്പീക്കർ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടും അതുപോലെ തന്നെ വളരെ വിസ്മയത്തോടു കൂടിയിട്ടും പാടുന്നത്? എന്തുകൊണ്ടാണ്? ദ സ്പീക്കർ സിങ്സ് ഇൻ വണ്ടർ ബിക്കോസ് ഓഫ് നേച്ചേഴ്സ് ബ്യൂട്ടി ആൻഡ് സീക്രട്സ്. അദ്ദേഹം പറയുന്നത് ആ നേച്ചറിൻ്റെ ബ്യൂട്ടിയും ആ സീക്രട്സും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്ത് പറയുന്നത്? വണ്ടർഫുൾ ആയിട്ടും അതുപോലെ തന്നെ അമേസ്മെൻ്റ് ആയിട്ടും പാടുന്നത് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ്? എന്താണ് അദ്ദേഹം എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇറ്റ് മീൻസ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ടൈം ആൻഡ് നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടൈമിൻ്റെ കാലത്തിൻ്റെ പോക്കും അതുപോലെ തന്നെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? നശിച്ചു പോകാത്ത എക്സിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ, പിക്ക് ഔട്ട് ദ വേർഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോം. ഈ പോമിൽ വേർഡ്ലി വണ്ടേഴ്സ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? എന്തൊക്കെയാണ്? ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവർ, ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് മിസ്റ്റീരിയസ് ഓഫ് യൂണിവേഴ്സ്, അതുപോലെ തന്നെ ദ യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ്, എന്താ ജീവിതം എന്ന്, ഈ ലോകം എന്ന് പറയുന്നത് ഫുൾ ജീവനുള്ളതാണ്. ദ ബ്യൂട്ടി ഓഫ് വുഡ്ലാൻഡ് വിത്ത് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, ഇതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും എന്ത് പറയുന്നത്? ഒരു വണ്ടേഴ്സ് എന്നുള്ള രൂപത്തിൽ പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മാഡൻഡ് ദ പോയറ്റ്സ് മൈൻഡ്സ്? എന്താണ് പോയറ്റിൻ്റെ മൈൻഡിലുള്ള ആ ഒരു മാഡൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ എന്തുകൊണ്ടായിരുന്നു? ദ ഇമോഷൻസ് ഓഫ് ദ പോയറ്റ് എക്സ്പീരിയൻസ്ഡ് വെൻ ഹി സോ ദ അമേസിംഗ് ബ്യൂട്ടി ഓഫ് നേച്ചർ മാറ്റേർഡ് ഹിസ് മൈൻഡ്. അദ്ദേഹം ഈ ഒരു നേച്ചറിനെ കണ്ടിട്ടുള്ളത് വളരെ ഭംഗിയോടുകൂടെയും വളരെ വളരെ വിസ്മയത്തോടു കൂടെയും ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാറ്റൻഡ് ആയിട്ടൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. The fifth question, why does the speaker break his ears, open his eyes and bare his heart? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചെവികളെ ഓപ്പൺ ചെയ്തു, അതുപോലെ കണ്ണുകളെ ഓപ്പൺ ചെയ്തു, ഹൃദയവും ഓപ്പൺ ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടായിരുന്നു? ഹി വാണ്ട്സ് ടു എക്സ്പീരിയൻസ് ദ വണ്ടർ ആൻഡ് ദ അമേസ്മെൻറ്റ് ഇൻ ഫുൾ. അദ്ദേഹം വളരെ വിസ്മയത്തോടു കൂടെയും അതുപോലെ തന്നെ വളരെ അത്ഭുതത്തോടു കൂടെയും ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഹൃദയവും കണ്ണും ചെവിയും എല്ലാം തുറന്നിരിക്കുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞത്. സിക്സ്ത് വൺ, വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻസ് ബൈ ഇൻ ദ മിഡിസ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ? എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ അറിയാനും അതുപോലെ അറിയാത്ത കാര്യങ്ങളിലേക്ക് പോവാനും ഒക്കെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ?
അപ്പോൾ എന്തുകൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? എന്താണ്? അറിയുന്ന കാര്യത്തിൻ്റെ നടുവിലാണ് അറിയാത്ത കാര്യം ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ? എന്താണ്? ദ പോയറ്റ് സീക്സ് ടു എക്സ്പ്ലോർ ബിയോണ്ട് വാട്ട് ഈസ് ഫെമിലിയർ, ഇറ്റ് എക്സ്പ്രസസ് എ ക്യൂരിയോസിറ്റി ഫോർ ന്യൂ എക്സ്പീരിയൻസസ്. എന്താണോ അദ്ദേഹത്തിന് ഫെമിലിയർ ആയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ തന്നെ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾക്ക് ക്യൂരിയോസിറ്റിയോടുകൂടെ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ അനദർ പോം ദ സാൻഡ്സ് ഓഫ് ഡി ബൈ ചാൾസ് കിങ്സ്ലി. താഴെ നമുക്ക് വേറൊരു പോമിൻ്റെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്, ദ സാൻഡ്സ് ഓഫ് ഡി എന്നുള്ളതിൻ്റെ. അത് വായിച്ച് നോക്കാം. ഓ മേരി ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം, ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം, ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അക്രോസ് ദ സാൻഡ്സ് ഓഫ് ഡി. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. ദ ഫ്രേസ് ആൻഡ് കോൾ ദ കാൻഡിൽ ഹോം ഈസ് യൂസ്ഡ് 3 times. സച്ച് റിപ്പീറ്റേഷൻ ആർ കോൾഡ് റിഫ്രൈൻ. എന്താണ് പറയുന്നത് ഇവിടെ? ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം എന്നുള്ളത് 3 times ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ റിഫ്രൈൻ എന്ന് പറയുന്നത്. എ റിഫ്രൈൻ ഈസ് എ ലൈൻ ഓർ ഫ്രേസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് വിത്തിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസ. ഒരു ലൈനിലോ അല്ലെങ്കിൽ സ്റ്റാൻസയിലോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഫ്രേസിനെയോ ലൈനിനെയോ ആണ് റിഫ്രൈൻ എന്ന് പറയുന്നത്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ദിസ് പോം, റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ നമ്മൾ പഠിച്ച ഈ പോമിൽ എന്താണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അതൊന്ന് എഴുതാനാണ്. ഏതാണ്? ദ ലൈൻ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് ഈസ് റിപ്പീറ്റഡ് ത്രൂ ഔട്ട് ദ പോം. ഈ പോമിൽ ഫുള്ളായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണല്ലേ? ദെൻ നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. വാട്ട് ഫിൽസ് എ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് സ്പീക്കർ വളരെ വണ്ടറോട് കൂടിയിട്ടും അമേസ്മെൻറ്റോട് കൂടിയിട്ടും ഫിൽ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയായിരുന്നു? ദ സ്കൈ ഫുൾ ഓഫ് ദ സൺ ആൻഡ് സ്റ്റാർസ് എന്നുള്ളത് അല്ലേ? ആകാശം ഫുള്ള് സണ്ണും സ്റ്റാർസും ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, പൂക്കളുടെ മണം. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് ഫുള്ള് ജീവനുള്ളതാണ്. വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സിലൂടെ നടക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അദ്ദേഹം വണ്ടറാണ് അമേസ്മെൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങൾ. തേർഡ് വൺ, ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോം, പുട്ട് ദം ഇൻ പ്രോപ്പർ പെയേഴ്സ്. താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിനെന്ത് ചെയ്യണം? പ്രോപ്പർ പെയേഴ്സോട് കൂടിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യണം. തന്നിട്ടുള്ളത് ഫ്ലവേഴ്സ്, ഗ്രാസ്, മൈൻഡ്, വെയിൻസ്, സ്വൈഡ്. ദെൻ വേൾഡ്, റേസിംഗ്, ബ്ലേഡ്സ്, ഫ്രാഗ്രൻസ്, മാഡൻറ്റ്. ഇത് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് സ്വൈഡ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? വേൾഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫ്ലവർ ആണ്. ഫ്ലവറിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഫ്രാഗ്രൻസ് എന്നുള്ളതാണ്. ഗ്രാസ് പറയുന്നത് ബ്ലേഡ്സ് എന്നുള്ളതാണ്. ദെൻ മൈൻഡ് പറയുന്നത് മാഡൻറ്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് വെയിൻസ് ആണ് അല്ലേ? വെയിൻസ് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്? റേസിംഗ് എന്നതുകൊണ്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് ഫോർത്ത് വൺ. ഇതിലെ ലാസ്റ്റ് ആക്ടിവിറ്റി കൂടെയാണ്. ലെറ്റ് us revisit the first stanza. ഫസ്റ്റ് സ്റ്റാൻസയിലൂടെ നമുക്കൊന്നുകൂടെ പോയി നോക്കാം. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. In the first line, the initial sound is S. In sky is repeated in sun and stars also. This repetition is called alliteration. ഇവിടെ എന്താണ്? ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സൺ ആൻഡ് ദ സ്റ്റാർസ്. അവിടെ എന്താണ്? സ് എന്നുള്ള എസ് സൗണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ? സ്കൈ വന്നിട്ടുണ്ട്, സണ്ണ് വന്നിട്ടുണ്ട്, സ്റ്റാർസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലിട്രേഷൻ എന്ന് പറയുന്നത്. ദ റിപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ consonant sound of a word in the same line of a poem is called alliteration. അഥവാ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു കോൺസണൻറ്റ് സൗണ്ട് വീണ്ടും വീണ്ടും സെയിം ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് ഇതിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്യാൻ യു ഫൈൻഡ് അതർ എക്സാമ്പിൾസ് ഫ്രം ദ പോം. ഈ പോമിൽ നിന്നും ഇത്തരത്തിലുള്ള അതർ എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണുള്ളത്? വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ് ലാൻഡ്. അവിടെ വ എന്നുള്ളത് പിന്നെ വരുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ് എന്നുള്ളത് വരുന്നുണ്ട്. ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ്, മാഡൻറ്റ് മൈ മൈൻഡ്. ഇതൊക്കെ ഇത്തരത്തിലുള്ളത് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റിയും കൂടെ ഒരു വീഡിയോ ആയിട്ടാണ് നോക്കിയത്. ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.